ഈ FCRI ലൈസൻസ് ഉള്ള മണപ്പാട്ടിൽ ഫൗണ്ടേഷന് വേണ്ടിയാണോ പണം പിരിച്ചിരുന്നത്? കാരണം ചില വീഡിയോസ് ഒക്കെ VD സതീശൻ പണം ചോദിക്കുന്നതായിട്ടുണ്ട്. ഈ FCRI ആക്ട് സ്പെസിഫിക് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് അതിൻ്റെതായ കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് FCRI ആക്ടിന്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മണപ്പാട്ടിൽ എന്ന് പറയുന്ന FCRI ലൈസൻസ് ഉള്ള എൻറ്റിറ്റിയുടെ പേരിലാണോ പിരിച്ചിരിക്കുന്നത്? അപ്പൊ അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇത് വിലക്കുന്ന എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കലായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കും FCRI ആക്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സാങ്കേതികമായിട്ടൊരു ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ എവിഡൻസ് വിദേശത്ത് നിന്ന് കളക്ട് ചെയ്താൽ അത് എന്ത് പേരിലാണ് ഇത് ചോദിച്ചിട്ടുള്ളതെന്നും അവർ എന്ത് പേരിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവർ പറയുന്നത് പോലെ, അതായത് പുനർജനി പദ്ധതിയുടെ ഭാരവാഹികൾ പറയുന്നത് പോലെ അവിടെ ഒരു സ്പോൺസർ, ഇവിടെ ഒരു ബെനിഫിഷ്യറി, അതിനിടയ്ക്ക് പണം വാങ്ങുന്ന ഒരു ഏജൻസിയോ ഒരാളോ ഇല്ല. നേരെ സ്പോൺസർ ബെനിഫിഷ്യറിക്ക് നേരിട്ട് പണം കൊടുക്കുന്നു, അങ്ങനെ അവിടെ വീടോ എന്തോ ഉണ്ടാക്കുന്നു. അതിൽ എന്തെങ്കിലും ചട്ടലംഘനം നടക്കുന്നുണ്ടോ? അതിൽ FCRI ലൈസൻസിൻ്റെയോ മറ്റോ പ്രശ്നം അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും FCRI റഷീം അനുസരിച്ച് അവർ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നതനുസരിച്ചിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതൊരു ചട്ടലംഘനമാണോ അല്ലയോ എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് കൃത്യമായ സാങ്കേതികമായ രീതിയിൽ FCRI ലൈസൻസ് ഉള്ള ഒരു എൻറ്റിറ്റി ആ എൻറ്റിറ്റിക്ക് വേണ്ടി തന്നെ പണം പിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ് FCRI ആക്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സാങ്കേതികമായ ചട്ടലംഘനം തീർച്ചയായും നടന്നിട്ടുണ്ടാവും. കാരണം ഇവർ ഈ പറയുന്ന പോലെ അല്ല ആക്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൽ കവിഞ്ഞ് സാങ്കേതികമായ ഒരു ചെറിയ ചട്ടലംഘനത്തിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ഇതിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും നല്ലതല്ലേ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്? കാരണം നാളെ കേരളത്തില് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പണം പിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്? നമ്മൾ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുമ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വിദേശത്തിൽ നിന്നും പണം വരുമ്പോൾ അത് കറക്റ്റായ രീതിയിലൂടെ ചെയ്യുന്നതല്ലേ നല്ലത്?